ये लम्हा जो ठहरा है. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ബർത്ത്ഡേ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൈൻമാസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. 9:16 റേഷ്യോ സെലക്ട് ചെയ്യുക. ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഫില്ല് സെലക്ട് ചെയ്യുക. ഫോട്ടോ ഡ്യൂറേഷൻ നമുക്കൊരു 4 സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇടയിൽ രണ്ട് ഫോട്ടോസിൻ്റെ ഇടയിൽ ട്രാൻസിഷൻ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് രണ്ട് ഫോട്ടോസിൻ്റെ ഇടയിലുള്ള ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് എഫക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും എഫക്റ്റ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്ന് വിധം ഞാനിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. അതിന് എഫക്ട്സൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. വേണേൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എഫക്ട്സ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു എഫക്റ്റ് ആഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സേവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യാം, സേവ് കൊടുക്കുക. ഇതിപ്പോൾ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ലെയർ ഓപ്ഷനിൽ പോയിട്ട് എഫക്ട്സിൽ താഴോട്ട് പോയിട്ട് അവിടെ ബേസിക് എഫക്ട്സിൽ ഗോഷ്യൻ ബ്ലർ സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഇതൊന്ന് നമുക്ക് വീഡിയോൻ്റെ എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഒരു ബ്ലർ ലെയർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊന്ന് സ്ക്രീൻ മൊത്തമാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കൂട്ടണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ പോയിട്ട് സ്ട്രെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു ടെംപ്ലേറ്റ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക. മീഡിയയിൽ നിന്ന് എവിടെയാണോ ടെംപ്ലേറ്റ് ഇരിക്കുന്നത് അവിടുന്ന് ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫിൽ സ്ക്രീൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ മിഡിലത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിൽ സെക്കൻഡ് വൺ കൊടുക്കുക, ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ടെംപ്ലേറ്റ് ഈ ഒരു സ്ക്രീനിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുക. റൈറ്റ് സൈഡിൽ താഴോട്ടേക്ക് പോയിട്ട് ബ്ലെൻഡിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക, ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ചാൽ ആ ഒരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവുക, മീഡിയയിൽ പോവുക, ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തെടുക്കുക. അത് ഈ ഒരു ഫ്രെയിമിന് കണക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടെംപ്ലേറ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ബ്രിങ് ടു ഫ്രണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് അവിടെ 3 ലവിൻ്റെ സിമ്പലുണ്ട്. അപ്പോൾ അതിലേക്ക് ഓരോ ഫോട്ടോസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ലെയർ ഓപ്ഷനിൽ പോവാം, മീഡിയയിൽ പോവാം, അവിടെ ഫോട്ടോസ് സെലക്ട് ചെയ്തിടാം. ഇനി ഈ ഒരു പിക്ക് നമ്മൾ ഹേർട്ട് ഷേപ്പിൽ ക്രോപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് താഴോട്ടേക്ക് പോവാം, ക്രോപ്പിംഗ് എടുക്കുക. ക്രോപ്പിങ്ങിൽ മാസ്ക് എനേബിൾ ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഷേപ്പ് സെലക്ട് ചെയ്യുക, ലവ് സെലക്ട് ചെയ്തിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ആ ഒരു ലെയർ വീഡിയോന് എൻഡ് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിടാൻ മറക്കരുത്. എന്നിട്ട് പൊസിഷനിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് ലെയർ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ടിൽ ബ്രിങ് ടു ഫ്രണ്ട് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, അടുത്ത സിമ്പലിൽ നമ്മൾ ഇതേപോലെ ഫോട്ടോസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടി ലെയർ ഓപ്ഷനിൽ പോയിട്ട് ഇതേ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പെട്ടെന്ന് കഴിഞ്ഞു. സിമ്പിളായിട്ട് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് വേണ്ടവർ എന്ത് ചെയ്താൽ മതി, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.